ഹലോ മക്കളെ. അപ്പോൾ മിസ്സിൻ്റെ മക്കളെല്ലാവരും ഇപ്പോൾ 9ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നൊരു കാര്യമായിരിക്കും SSLCയുടെ ഫുൾ A+ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കേട്ട് SSLC ആയ ഫുൾ A+ വേണം എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതിപ്പോൾ നമുക്കൊരു ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യം എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മിക്കവാറും എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് എല്ലാവർക്കും ഫുൾ A+ കിട്ടുന്ന സമയത്ത് നമ്മുടെ +1 നമ്മളൊരു അഡ്മിഷന് പോകുന്ന സമയത്ത് ഇപ്പം ഫുൾ A+ ഉള്ള ആൾക്കാർക്ക് പോലും +1 അഡ്മിഷൻ കിട്ടാൻ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മളതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ അഡ്മിഷനെ അത് ബാധിക്കും. അപ്പം ഇത് മിസ് എന്തിനാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ചില്ല് ചെയ്തിരിക്കുന്ന ഈ വെക്കേഷൻ സമയത്ത് വന്നത് പറയുന്നത് എന്നായിരിക്കും എൻ്റെ മക്കൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷനൊന്നും എടുക്കണ്ട. നിങ്ങളുടെ തലയിൽ ഇങ്ങനെ SSLCക്ക് ഫുൾ A+ കിട്ടണമെന്ന് പറയുന്ന ആ ഒരു ഭാരം എടുത്ത് വെക്കണ്ട. പക്ഷേ നിങ്ങൾക്കാകാം, നിങ്ങൾക്കും ടോപ്പേഴ്സ് ആവാം. ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ SSLCയിലെ ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ A+ കിട്ടണം അല്ലേ? അപ്പോൾ എന്താണ് ഈ ടോപ്പേഴ്സ് ആവാനുള്ള സീക്രട്ട്? അല്ലെങ്കിൽ എങ്ങനെ ടോപ്പേഴ്സ് എപ്പോഴും ടോപ്പേഴ്സായിട്ട് തന്നെ നിൽക്കുന്നത്? അവർക്ക് ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടാണോ? അവർക്ക് ഭയങ്കര ബ്രെയിൻ പവർ കൂടുതലുള്ളതുകൊണ്ടാണോ? അല്ലെങ്കിൽ എന്താ, അവർ ഭയങ്കര IQ ഉള്ള ആൾക്കാരാണോ? എന്തായിരിക്കും ഈ ടോപ്പേഴ്സ്? അല്ലെങ്കിൽ അവർ പഠിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമാണോ അല്ലേ? നമ്മളെപ്പോഴും ചിന്തിക്കുന്നതായിരിക്കും, അവർക്ക് എങ്ങനെ എത്ര മാർക്ക് കിട്ടുന്നേ അല്ലേ? പക്ഷേ ഇതിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അവർ പഠന രീതികളുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പറയേണ്ടത്, നമ്മൾ ഭൂമിയിലുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ വളരെ കുറച്ച് പേരുണ്ട് ഭയങ്കര IQ ലെവലുള്ളവർ. അത് യാഥാർത്ഥ്യമാണ്, അവർക്ക് ഭയങ്കര IQ ഉള്ളവരാണ്. പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ്. വ്യത്യാസം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മുടെ ശീലങ്ങൾ അതിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും SSLCയിൽ ഫുൾ A+ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യണം? ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് മിസ് പറയുന്ന കാര്യങ്ങളൊന്ന് വെറുതെ നോട്ട് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിലെങ്കിലും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ വീണ്ടും എടുത്ത് കാണേണ്ടി വരും. അതിന് പകരം ഒരു ബുക്കും പേപ്പറിലും ചുമ്മാ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ടോപ്പേഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് പഠിക്കുന്നത്, അവരുടെ പഠന രീതിയിലുള്ള വ്യത്യാസം. നമ്മൾ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ ബൈ ഹാർട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും. അത് പക്ഷേ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? അതല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി അവർ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടോ? നമ്മൾക്ക് എപ്പോഴും എന്താണ്, പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ചെറുതായിട്ട് മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് കാണാനോ റീൽസ് കാണാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് പോസ്റ്റ് ചെയ്ത് നമ്മുടെ കമൻറ്റ്സ് എത്രയായി, ലൈക്സ് എത്രയായി ഇത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും ഈസിലി. അപ്പം ടോപ്പേഴ്സ് ഇതുപോലെ ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടോ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ വീഡിയോയിൽ തന്നെ നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, ലെസ് ടൈം സ്റ്റഡി മോർ ആൻഡ് മാർക്സ് മോർ. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് ടോപ്പേഴ്സിന് കുറേ പഠിക്കാൻ പറ്റുന്നത്? ഇത് മിസ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താൽ. കാരണം എൻ്റെ അനിയത്തി ഇതുപോലെയായിരുന്നു. അവൾക്ക് കുറച്ച് സമയം മതി, അവൾക്ക് എന്നെക്കാളും മാർക്ക് കിട്ടും. ഞാനാണെങ്കിൽ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് മാർക്ക് കുറവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ ഡേയ്സിൽ. പക്ഷേ എനിക്ക് ആ ഒരു ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജി മനസ്സിലായി. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയന എന്നാണ് പേര്. അപ്പോൾ ഷീ വാസ് എ ടോപ്പർ. അവൾ ഭയങ്കരമായിട്ട് നല്ല പഠിപ്പിസ്റ്റാണ്. അപ്പോൾ അവളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതിന് ശേഷമാണ് എൻ്റെ പഠനത്തിൻ്റെ ടൈം എനിക്ക് കുറയ്ക്കാനും എനിക്ക് മാർക്സ് കൂടുതലൊക്കെ കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ്, ഹൗ ടു മെമ്മറൈസ്. ഇവർക്ക് എങ്ങനെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ നിൽക്കുന്നത്? ഇതെല്ലാം നമ്മൾ ആൻസർ ചെയ്യും. ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് SSLCയിലെ ഫുൾ A+ വളരെ സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഒന്നാമത്തെ കാര്യം, അവരെങ്ങനെയാണ് പഠിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എക്സാം ടൈമിൽ പഠിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം ഇരുന്ന് ഞാൻ ടോപ്പറാകാൻ പോവുകയാണെങ്കിൽ ഞാൻ അന്നൊരു 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കളയാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്മോൾ ടാർഗറ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 hours ടാർഗറ്റ് വെക്കുക. ഇന്ന് ഞാനൊരു 2 മണിക്കൂർ പഠിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക. നമ്മൾ പഠിച്ചൊരു 2 ദിവസമൊക്കെ നമ്മൾ ഈ 2 മണിക്കൂർ പഠിച്ച് പിന്നെ നമ്മളത് കുറച്ച് കൂട്ടുക. നമ്മളതൊരു 3 hours ആക്കുക, പിന്നെ അതൊരു 4 hours ആക്കുക, പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക, 5 hours ആക്കുക. അങ്ങനെ നമ്മളുടെ ടാർഗറ്റ് പതിയെ വലുതാക്കി കൊണ്ടുവരാം. അല്ലാതെ ഒറ്റയടിക്കിരുന്ന് ഞാൻ 5 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ പഠിക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോകും. കാരണം നമുക്കത് ശീലമില്ലാത്ത കാര്യമാണ്, നമ്മുടെ ബ്രെയിനിന് പരിചയമില്ല.
പാടില്ലാത്ത കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാനെടുത്തൊരു തീരുമാനം ഫെയിലാകുമ്പോൾ നമ്മൾ ആകെ നെഗറ്റീവ് അടിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എപ്പോഴും സ്മോൾ ടാർഗറ്റ്സിൽ തുടങ്ങി അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ടീച്ചേഴ്സും ഒത്തിരി ബുക്സും ഫോളോ ചെയ്യാത്തതാണ് നല്ലത്. എന്നുവെച്ചാൽ ഒരേ കാര്യം തന്നെ ഇവിടുന്ന് കണ്ടു, അവിടുന്ന് കണ്ടു, വേറെ ഇവിടുന്ന് കണ്ടു, സമയം പോവല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ക്ലാസ് ഉണ്ടാവും, അതേതാണോ അത് ഫോളോ ചെയ്യുക. പിന്നെ ചെറപറാ ബുക്സും ചെറപറാ കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് വായിക്കാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സല്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം നിങ്ങൾക്ക് ആര് പറഞ്ഞാലാണ് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്നത്, ഏറ്റവും ഇഷ്ടത്തോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, ആ ടീച്ചറെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാറില്ല, ആ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ എവിടെയാണോ കിട്ടുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് എക്സാം വിന്നറിൽ അവൈലബിൾ ആണെങ്കിൽ എക്സാം വിന്നർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എവിടുത്തെയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരുടേത് കാണുമ്പം നമ്മൾക്ക് തന്നെ പല ആൾക്കാർ പറഞ്ഞു തരുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, അവർ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസിൽ വ്യത്യാസം ഉണ്ടാവും, അവർ പറയുന്ന മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് പല രീതികൾ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത്രോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടീച്ചർ ഒരു ബുക്കാണെങ്കിൽ പല ബുക്സിന് പകരം കുറച്ച് ബുക്സ് ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് സെൽഫ് നോട്ട്സ്. സെൽഫ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാൻ ഒത്തിരി ടൈം ഇല്ല എങ്കിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ടൈം ഇല്ലാതെ നമ്മൾ അതിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള സമയം കുറയും. നിങ്ങൾക്ക് ടൈം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് അവൈലബിൾ ആണ്, മറ്റൊരാൾ എഴുതി അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ എഴുതിയ നോട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ടെങ്കിൽ, എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനിയിപ്പോൾ 10ാം ക്ലാസ് തുടങ്ങാനേ പോകുന്നുള്ളൂ അല്ലേ, തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ആൻഡ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ്സുകളാണെങ്കിലും നമ്മളുടെ SSLC ബാച്ച്, ലക്ഷ്യ ബാച്ചൊക്കെ ആണെങ്കിൽ നേരത്തെ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികം സമയമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ട്സ് എഴുതണം എന്നാണ് മിസ് റെക്കമെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ നോട്ട്സ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യം വെറുതെ എഴുതി നോക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ബ്രെയിനിൽ റെക്കോർഡാവുന്ന നമ്മൾ എഴുതുന്ന കാര്യം അങ്ങനെ തന്നെ ആവുന്നല്ല, നമുക്ക് മെമ്മറി ഫോം ചെയ്യും. അപ്പം ഇത് പറ്റുകയാണെങ്കിൽ, ഇത് പറ്റുന്ന മക്കൾ എന്ത് ചെയ്യുക, സെൽഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ നിങ്ങളുടെ ഒരു ലേണിങ്ങിൻ്റെ ഭാഗമാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുന്നത്. അപ്പം നമ്മളെങ്ങനെയാണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്? നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ അവിടെ നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു, പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ സ്റ്റോറിയൊക്കെ നോക്കി, സ്റ്റാറ്റസൊക്കെ നോക്കി, കുറച്ച് റീൽസൊക്കെ കണ്ടു അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു 5 മണിക്ക് പഠിക്കാനിരുന്ന ആളായിരിക്കും, 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി. പിന്നെ നമ്മൾ സമയം നോക്കുമ്പോൾ എത്രയായി, ഒരു 5:30 PM ആയി എന്ന് കരുതാം, വൈകുന്നേരം 5:30 ആയി. 5:30 ആയില്ലേ, എന്നാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ഏതായാലും അരമണിക്കൂർ പോയല്ലോ, എന്നാൽ ഞാനൊരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം, 6 മണിക്ക് ഞാൻ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പലരും ചിന്തിക്കുക. അല്ലെങ്കിൽ മൂഡ് പോയി, ഇന്നിനിപ്പോൾ പഠിക്കാനുള്ള മോട്ടിവേഷൻ പോയി, എന്നാൽ ഇനി ഞാൻ നാളെ പഠിക്കാം അല്ലേ. ഇങ്ങനെ നിങ്ങൾ മാറ്റി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ. മിസ് ആദ്യം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നിനിപ്പോൾ ഈ ഒരു തുടക്കം പോയല്ലോ, എന്നാൽ ഇനിയിപ്പോൾ നാളെ പഠിക്കാം അല്ലേ. നമ്മളിങ്ങനെ നീട്ടി വെക്കും, നാളെ നീളെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ടോപ്പേഴ്സ് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അവർക്കും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അവരൊരു 5 PM സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ വേസ്റ്റ് ആക്കിയെങ്കിൽ അവർ മനസ്സിലാക്കും, ഞാൻ അരമണിക്കൂർ വേസ്റ്റ് ആക്കി, അവരവിടെ വെച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എൻ്റെ അരമണിക്കൂർ നഷ്ടപ്പെടുത്തിയെങ്കിൽ ഞാൻ ഇനി ഒരു അരമണിക്കൂർ നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല, ഞാൻ ഇവിടുന്ന് തുടങ്ങും. നമ്മൾ തിരിച്ചറിയുക, ആ മിസ്റ്റേക്ക് പിന്നെ വരുത്താതിരിക്കുക, പെട്ടെന്ന് തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് നമുക്ക് നമ്മുടെ ഡിസ്ട്രാക്ഷൻസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതങ്ങ് ഒഴിവാക്കുക. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ യൂട്യൂബിന് ലോക്ക് ഇട്ട് വെക്കാം, ഇൻസ്റ്റഗ്രാമിന് ലോക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് അത് നമ്മളുടെ അമ്മേനോടോ അനിയത്തിനോടോ ലോക്ക് ഇടാൻ പറയാം, ചേട്ടനോ ചേച്ചിനോടോ ആരോടെങ്കിലും. എന്നിട്ട് അവർ നമുക്കത് അൺലോക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എടുക്കാനുള്ളൊരു ടെൻഡൻസി വരുമെങ്കിൽ കൂടെ നമുക്കത് എടുക്കാൻ പറ്റില്ല, കാരണം അത് ലോക്ക്ഡൗൺ, പാസ്വേഡ് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കളിക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും ഒരു ഫിക്സഡ് ടൈം വെക്കുക. അപ്പോൾ നമ്മൾ തന്നെ അതിൽ നിന്ന് പിന്നോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഡിസ്ട്രാക്ഷൻസ് നമ്മൾ തന്നെ ഒഴിവാക്കുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, നിങ്ങൾ എക്സാം ടൈമിൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കും അല്ലേ. നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിയും. പക്ഷേ ഇതേ നമ്മൾക്ക് എന്തുകൊണ്ടൊരു ദിവസം കിട്ടിയിട്ടൊരു ചാപ്റ്റർ പോലും പഠിക്കാൻ പറ്റുന്നില്ല, ഒരു ടോപ്പിക്ക് പോലും പഠിക്കാൻ പറ്റുന്നില്ല? അതിനർത്ഥം നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ കോൺസെൻട്രേഷൻ അതിവിടെ ഇല്ല അല്ലേ.
നമ്മൾ പറയും എക്സാമിനൊരു ചൂട് വന്നപ്പോഴാണ് പഠിക്കാൻ തോന്നിയത്. അപ്പോൾ ആ ചൂട് നമ്മളിൽ വരുത്തിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് 5 മണിക്കൂർ പഠിക്കുന്നത് വിചാരിക്കേണ്ട, നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചാൽ മതി. ആ പഠിക്കുന്നത് നല്ല വൃത്തിക്ക് നല്ല കോൺസെൻട്രേഷനോട് കൂടി പഠിച്ചാൽ മതി. അങ്ങനെയാണ് ടോപ്പേഴ്സ് പഠിക്കുക. അതാണ് അവർക്ക് കുറച്ച് സമയം മതി കുറേ പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഹൗ ടു മെമ്മറൈസ്. അപ്പോൾ ഈ മെമ്മറിയുടെ കാര്യം പറയുന്ന സമയത്ത് ഒരു 100%-ൽ ഒരു 1 to 2% നല്ല മെമ്മറി പവർ ആയിരിക്കും. അത് അവരുടെ IQ എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ മെജോറിറ്റി അല്ലെങ്കിൽ 98% ആൾക്കാർക്കും സാധാരണ പോലെ തന്നെയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ സ്കോർ ഈ ടോപ്പേഴ്സ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഷോർട്ട് ടേം റിവിഷൻസ് ചെയ്യും. നമ്മളെപ്പോഴാണ് റിവിഷൻ ചെയ്യുക? എക്സാം ആവുന്ന സമയത്ത് എല്ലാ ചാപ്റ്ററും കൂടി ഒറ്റയടിക്കുന്ന റിവൈസ് ചെയ്യും അല്ലേ? അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറി എപ്പോഴും സ്ട്രോങ് ആവുന്ന റിപ്പീറ്റഡ് റിവിഷൻസ് ആണ്. അപ്പോൾ നിങ്ങളൊരു ദിവസം പഠിച്ച കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾ ആ ദിവസം ഒരു 10 മിനിറ്റ് എടുക്കാം. 10 മിനിറ്റ് നമുക്ക് ചിലവഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളൊരു ക്ലാസ് കണ്ടു എന്ന് കരുതുക. നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു 10 മിനിറ്റ് എടുത്ത് ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് പഠിച്ചത്, ഇതാണ് പഠിച്ചത്, അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. എല്ലാ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് റിവൈസ് ചെയ്യാനെടുക്കുക. ആ ഷോർട്ട് ടേം റിവിഷൻസ് നിങ്ങളെ ഭയങ്കരമായിട്ട് മാറ്റും. നിങ്ങളുടെ മാർക്സിലായാലും നിങ്ങളുടെ റിവിഷനിലായാലും നിങ്ങളുടെ സ്റ്റഡീസിലൊക്കെ മാറ്റം വരുത്തും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നത് പോലെ തന്നെ ടീച്ച് അതേഴ്സ്. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇതിങ്ങനെയാണ് അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള ആളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ. കാരണം അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്തൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. നമ്മളൊരിക്കലും നമ്മൾ തന്നെ സംശയിക്കാതിരിക്കുക. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണ്, ഒരു കുട്ടി അല്ലെങ്കിൽ കുഞ്ഞിലെ ഭയങ്കര ടോപ്പറാണെന്ന് കരുതുക. പറയുമോ നീ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിനക്ക് നന്നായിട്ട് മാർക്ക് കിട്ടും, ഷീ ഈസ് എൻ എക്സലൻറ്റ് ഗേൾ അല്ലെങ്കിൽ ഹീ ഈസ് എ വെരി ഗുഡ് ബോയ്, നന്നായിട്ട് പഠിക്കും, ക്ലാസ് ലീഡർ ആണെന്ന് നമ്മളോട് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ വരും, യെസ് എനിക്ക് പറ്റും. അപ്പോൾ നമ്മൾ 2ാം ക്ലാസ്സിൽ നല്ലോണം പഠിക്കും. ആ കുട്ടി അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. 3ാം ക്ലാസ്സിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ പോയി ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്ന കോൺഫിഡൻസ്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു പോയിൻ്റില്ലേ, അതാണ് ആ കുട്ടിയുടെ ഫോഴ്സ്. അതാണ് ആ കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെൽഫിനോട് പറഞ്ഞു കൊടുക്കുക, എനിക്ക് പറ്റും, ഞാൻ ടോപ്പർ ആവും, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, ഐ വിൽ ബി എ ടോപ്പർ എന്ന് നിങ്ങളോട് പറയുക. അതിപ്പോൾ തന്നെ പറയുക. പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. എന്തിനാണ് ഈ കമൻറ്റ് ഡ്രോപ്പ് ചെയ്യണത് നമ്മളിവിടെ കമൻറ്റ് സെക്ഷനിൽ? നിങ്ങൾ ആ കമൻറ്റ് അവിടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ പറയുകയാണ്, ആരെന്നോട് എന്ത് പറഞ്ഞാലും എനിക്കൊന്ന് ട്രൈ ചെയ്യണോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ, ഞാനൊരു ടോപ്പറാവും, ഐ വിൽ ബി എ ടോപ്പർ, ഐ വിൽ ബി, ഞാനായിരിക്കും അല്ലേ? നമ്മുടെ സെൽഫിനെ എപ്പോഴും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും നിനക്ക് പറ്റുമോ, ഇതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണോ, നിനക്ക് ഫുൾ A+ വാങ്ങിക്കാനോ, നിനക്കോ, അങ്ങനത്തെ സംശയങ്ങൾ നമ്മളോട് ചോദിക്കാതെ ഇരിക്കുക. നമുക്ക് പറ്റും, നമുക്ക് പറ്റില്ല, വേറെ ആർക്കും പറ്റില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് 10ാം ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യും. അതേ സക്സസ് അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് +1 കിട്ടും, +2 കിട്ടും, നിങ്ങൾ എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് കിട്ടും. അപ്പോൾ ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ മിസ്സിന് പറഞ്ഞു തരാനുള്ള നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചാണ്. കാരണം ഇപ്പോൾ മിസ്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ സമയം ഉണ്ടാവുള്ളൂ, പഠിക്കാനും റിവൈസ് ചെയ്യാനും സമയം ഉണ്ടാവുള്ളൂ. നമ്മളുടെ എക്സാം ഇന്നൻ്റെ റിവിഷൻ ബാച്ച് നമ്മൾ 16th ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 16th ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതെങ്കിൽ ഓക്കെ, ആ ഒരു 1 ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ 2 or 3 ടീച്ചേഴ്സ് ഓക്കെ, അവരുടെ നോട്ട്സ് അത് വെച്ച് നിങ്ങൾക്ക് നോട്ട്സ് എഴുതാനുള്ള സമയം ഓക്കെ, ഇതെല്ലാം നിങ്ങളെ ഒരിക്കലും സംശയത്തോടെ കാണാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നമ്മളുടെ ടീച്ചേഴ്സ് കൂട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാം. 5,999 ആണ് ഫീസ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ ജോയിൻ ചെയ്താലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റിൻ്റെ കോപ്പീസ് വളരെ ലിമിറ്റഡ് ആണ്.
50 കോപ്പീസ് കൂടിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടണം, എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നോട്ട് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സൊല്യൂഷനും അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഇതിനൊക്കെ പുറമെ ഏറ്റവും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പം റിലാക്സ്ഡ് ആയിട്ട് മിസ് പറഞ്ഞതുപോലെ ഒരു ദിവസം നിങ്ങളിപ്പം 9ാം ക്ലാസ്സിൽ നല്ലപോലെ പഠിച്ചിട്ടില്ല, കുറേ നേരം ഒന്നിരുന്ന് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ടാർഗറ്റ്സ് വെക്കാനുള്ള സമയമുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ പഠിച്ചാൽ മതി, അടുത്ത ദിവസം 1 മണിക്കൂർ മതി, പിന്നെ പതിയെ പതിയെ അത് കൂട്ടുക. അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്കുള്ള ടൈം ടേബിളും. ഒരു ദിവസം തന്നെ 10 മണിക്കൂർ ക്ലാസ് കാണും, ഒരിക്കലുമില്ല. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ്, നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ എത്രത്തോളം പഠിക്കാൻ പറ്റും, അവർക്ക് എത്രത്തോളം സ്റ്റാർട്ടിങ്ങിൽ താങ്ങാൻ പറ്റും ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ടൈം ടേബിൾ ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള സമയമുണ്ട്, കാരണം നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, April 16th എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് മറന്നു പോകാതിരിക്കുക. നേരത്തെ ജോയിൻ ചെയ്യാം, നേരത്തെ പഠിക്കാം, ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടാം. എക്സാം വിന്നർ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ മക്കളുടെ കൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ നമ്പർ. താല്പര്യമുള്ള മക്കൾക്ക്